എല്ലാവർക്കും നമസ്കാരം. ലിവിസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ്. നമ്മളിന്ന് അതുപോലെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയുമാണ്. അപ്പോൾ ഈ കോവയ്ക്കായ്ക്കും ഒരു പ്രത്യേകതയുണ്ട്, മെഴുക്കുവരട്ടിക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ കോവലിൻ്റെ തണ്ട് ഇതിൻ്റെ തൈ ആൻറ്റിക്ക് കിട്ടിയത് US നിന്ന് ഒരാൾ കൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് നീളമില്ല, പക്ഷേ ഇത് ഒരു ഉരുണ്ട് വരുന്ന ടൈപ്പുള്ള കോവയ്ക്കാണ്. ഇത് ഭയങ്കരമായിട്ട് കുറച്ചുകൂടി ഇത് വലുതാകും. പിന്നെ അതേപോലെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നേപ്പാൾ റെസിപ്പിയുമാണ്. നമ്മൾ ഈ കോവയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മെഴുക്കുവരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ഡെയിലി മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ തന്നെ ആയിരുന്നു കൂടുതലും. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒക്കെ ഇത് നന്നായിട്ട് വളരും കേട്ടോ, വലുതാകും. പക്ഷേ നമ്മൾ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഇത് പറിക്കുന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇത് വലുതാകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അപ്പം നമ്മളൊരു അത്യാവശ്യം ഒരു കോവയ്ക്ക മെഴുക്കുരട്ടിക്കുള്ള കോവയ്ക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 പൊട്ടറ്റോയും കൂടെ കിഴങ്ങും കൂടെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മൾ കോവയ്ക്കായും പൊട്ടറ്റോയും എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു മസാല ചേർക്കും. ആ വറ്റൽമുളകും ജീരകം വെളുത്തുള്ളി ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും. നമുക്ക് ആദ്യം വറ്റൽമുളകും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് ചതച്ചതിന് ശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ട് ചതച്ചെടുക്കാം, അല്ലെങ്കിൽ വെളുത്തുള്ളി അങ്ങ് അരഞ്ഞു പോകും. ആദ്യം നമുക്ക് വറ്റൽമുളകും ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ള കോവയ്ക്കായും കിഴങ്ങും എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവോളയും കൂടെ വേണം കേട്ടോ, സവോളയും കൂടെ അരിഞ്ഞ് വെക്കണം. പിന്നെ നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കിന് അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് സവോള അരിഞ്ഞത്, നമ്മൾ നേരത്തെ പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന കിഴങ്ങും കോവലും കോവയ്ക്ക അരിഞ്ഞതും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് നമ്മളങ്ങ് വഴറ്റി അങ്ങ് വെക്കുകയാണ്. പൊട്ടറ്റോയും ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടെ ഉള്ള ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. ഇതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ വഴറ്റിയെടുക്കത്തില്ലേ, അതേപോലെ വഴറ്റിയെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിന് നമ്മൾ എക്സ്ട്രാ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് അതേപോലെ കൂട്ടുക. ഇപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആവി തന്നെ ഇരുന്നത് വെന്ത് കിട്ടും. പിന്നെ ഇത് വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മെഴുക്കുവരട്ടിയൊക്കെ നല്ലതായിട്ട് വരട്ടിയെടുക്കത്തില്ലേ, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ചെറിയ തീയിലിരുന്ന് നമുക്കൊരു നല്ലതായിട്ടൊരു ഫ്രൈ പോലായി കിട്ടും. കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതും ഇച്ചിരി മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ചോറുണ്ണാൻ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇനിയും വരുന്നതും ഒരു അടിപൊളി റെസിപ്പി ആയിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.